ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലും അതേപോലെ പല ന്യൂസ് പേപ്പർ, മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പർ ഇൻക്ലൂഡിങ് എക്കണോമിക് ടൈം, അതേപോലെ ചില ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പേഴ്സ്, പല ഹിന്ദി ന്യൂസ് പേപ്പേഴ്സ്, കുറച്ച് ലീഡിങ് ന്യൂസ് പേപ്പർ, ഇതിലൊക്കെ സ്ഥിരമായിട്ട് വന്നൊരു ക്യാമ്പയിനും വാർത്തയുമായിരുന്നു ഇന്ത്യ ബ്രിക്സ് കറൻസി അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കണം, ഇത് ഡോളറിൻ്റെ ഡിവാലുവേഷൻ ഉണ്ടാക്കി ഇന്ത്യയുടെ എക്കോണമി മാറ്റും. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് താങ്കൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു, വെയിറ്റ്, ഇതിനെപ്പറ്റി പഠിക്കട്ടെ, എന്തുവാണ് ഈ സംഭവം. അപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാനതായത് ഈ അമേരിക്കൻ ഡോളറിനോട് ഭയങ്കര താല്പര്യവും എപ്പോഴും വീഡിയോയ്ക്കകത്ത് അമേരിക്കയെ പറ്റി പറയും, അതാണ് താല്പര്യം. ഇപ്പം റബ്ബിഷ് ഒരു റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് അത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ അമേരിക്കയുടെ നമ്മളൊരു കൊള്ളാവുന്ന ഒരു 10 പുസ്തകം എടുക്കുക വായിക്കാൻ. എക്കണോമി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും നല്ല നല്ല നോവൽസ് ആണെങ്കിലും അതേപോലെ സയൻസ് ഫിക്ഷൻസ് ആണെങ്കിലും പല രീതിയിലുള്ള ബുക്സ് എടുക്കുക, മെഡിക്കൽ ബുക്ക് എടുക്കുക. നിങ്ങൾ ഈ 10 ബുക്ക് എടുത്താൽ 8 ബുക്ക് എഴുതിയേക്കുന്നത് അമേരിക്കൻസാണ്. പിന്നെ സയൻറ്റിസ്റ്റുകളെ എടുക്കുക, നോബൽ പ്രൈസ് കിട്ടിയവരെ എടുക്കുക, ലോകത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിയവരെ പറ്റി എടുക്കുക. ഇതിൽ നിങ്ങൾ ടോപ്പ് 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേരും അമേരിക്കൻസാണ്. അതിന് ഞാനാണ് ഉത്തരവാദി. ഇപ്പോഴല്ലേ ഇന്ത്യ ഇപ്പം കയറി വരുന്നത്. ഇത് എത്ര % യൂറോപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇന്നും അമേരിക്കൻ എക്കോണമി ആണെങ്കിലും അമേരിക്ക ഗ്ലോബൽ പവർ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഡിഫൻസിൻ്റെ മാത്രമൊന്നുമല്ല. നിങ്ങളൊരു ഗ്ലോബലായിട്ട് ഒരു 10 സിനിമ എടുക്കുക. ഈ 10 സിനിമ എടുത്താൽ 8 സിനിമ അമേരിക്കൻ ഹോളിവുഡ് മൂവീസാണ്. ഇത് സത്യമല്ലേ? ഇപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ അമേരിക്ക കോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, കാരണം ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അമേരിക്കൻസാണ്. ഇപ്പോൾ ഗ്ലോബലായിട്ട് എക്കണോമിസ്റ്റിനെ എടുക്കുക. എക്കണോമിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനപ്പെട്ട 10 പേരിൽ 10 പേരും അവനാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എടുക്കുക. യൂണിവേഴ്സിറ്റി 10 പേരെടുത്താൽ 9 അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന് ഞാനെന്തോ പിഴച്ചു? ഇത് ബേസിക്കലി ഒരു കാര്യം പറയുമ്പോൾ കോട്ട് ചെയ്യുമ്പോൾ, കാരണം നിങ്ങളെ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കുവാൻ പലരെയും കോട്ട് ചെയ്യുന്നു, അവരെ പറ്റി പറയുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അമേരിക്കൻ താല്പര്യം, അതല്ല എൻ്റെ അമേരിക്കൻ താല്പര്യമല്ല. എനിക്ക് നിങ്ങളോട് ഇതേപോലെ ന്യൂസ് അനാലിസിസ് ചെയ്യുമ്പോൾ എനിക്ക് പലയിടത്തും കോട്ട് ചെയ്യണം. അത് കോട്ട് ചെയ്യുന്നത് നിങ്ങളെ കൂടെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും റിസർച്ചും ഇതൊക്കെ നടത്തിയേക്കുന്ന അമേരിക്കൻസ്. അല്ലാതെ മറ്റുള്ള എത്ര രാജ്യങ്ങളെ ചെയ്തേക്കുന്നത്? കാരണം അവനാണ് ഏറ്റവും കൂടുതൽ പണം മുടക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഗ്ലോബൽ പവർ അല്ല, ലോക പോലീസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. പട്ടാളം ഡിഫൻസ് മാത്രമൊന്നുമല്ല, ഇന്നോവേഷൻ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അവൻ തന്നെയാണ് മുന്നിൽ. അവനെ കോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പം അത് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ സമയത്ത് ഈ ഡോളറുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക, ചില സംഖ്യക്കൂട്ടന്മാർ, തലയ്ക്ക് പൊട്ടന്മാർ, അവരും പറഞ്ഞു ബ്രിക്സ് കറൻസി വന്ന് ഇന്ത്യയുടെ എക്കോണമി ഭയങ്കരമായിട്ട് മാറും. അപ്പോഴും ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. KB കമ്മർ, അതായത് ഇന്ത്യൻ ബാങ്കറാണ്, ICICIയുടെ പഴയ ചെയർമാനായിരുന്നു, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലുണ്ടായിരുന്നു, ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യത്തെ ചെയർമാൻ കൂടിയാണ്. ബ്രിക്സ് നിങ്ങൾ രാജ്യങ്ങളറിയാം, 5ഓളം രാജ്യങ്ങൾ: ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, റഷ്യ, ചൈന, ഇത്രയാണ് മേജറായിട്ടുള്ള 5 രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങളിൽ ഈ സംഭവം, അതായത് ബ്രിക്സ് കറൻസി വരണമെന്ന് ആശയം മുന്നോട്ട് വെക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന ഇത് ആശയം മുന്നോട്ട് വെച്ച് മറ്റുള്ള രാജ്യങ്ങൾ ഇതുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്ത്യ ഒരു കമ്മിറ്റിയെ വെച്ചു. അതായത് ഈ ബ്രിക്സ് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും
പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്തു ഗവൺമെൻറ്റിന്. അതിൻ്റെ പേരിലാണ് ഇടയ്ക്ക് വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജയശങ്കർ അപ്പോൾ കട്ട്റൈറ്റായിട്ട് പറഞ്ഞു, ഞങ്ങൾ ബ്രിക്സ് കറൻസിയിൽ ഒരു താല്പര്യവുമില്ല, അതായത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുന്നതാണ്. ഇനി അതിൻ്റെ യഥാർത്ഥ കാര്യത്തിലോട്ട് പോകാം. അതായത് ഈ വീഡിയോ ശരിക്കും കാണേണ്ടത് ഈ സംഘി കുട്ടന്മാർ തന്നെ കാണേണ്ടത്. കാരണം ഇതൊക്കെ പറഞ്ഞു കാണുന്നത്, നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ക്യാമ്പയിൻ ചെയ്തത്, അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം പത്രങ്ങളും ക്യാമ്പയിൻ ചെയ്തു. മനസ്സിലാക്കണം എന്തായിരുന്നു പ്ലാൻ. ഇതൊരു ചൈനീസ് കോൺസ്പിറസി ആയിരുന്നു ഇന്ത്യക്കെതിരെ. അതായത് ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതായത് ഒന്ന് ചൈന, മറ്റേത് ബൂമിങ് എക്കോണമി ഇന്ത്യ, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതായത് റഷ്യക്കാണെങ്കിലും സൗത്ത് ആഫ്രിക്കയാണെങ്കിലും ബ്രസീലിനാണെങ്കിലും ഏറ്റവും പ്രസക്തിയുള്ള രണ്ട് രാജ്യം ഒന്ന് ചൈന, ഇന്ത്യ. ഇതിനകത്ത് പൂർണ്ണമായിട്ട് ചൈനയുടെ ഗെയിമാണ് ഈ സംഭവം. എന്തുകൊണ്ടാണ് ചൈനയുടെ ഗെയിം എന്ന് പറയാൻ കാരണം? ഇത് ചൈന ലോബിങ് ചെയ്ത് ബ്രസീലിലെ റഷ്യയും അതേപോലെ സൗത്ത് ആഫ്രിക്കയും കൊണ്ടുവന്ന് അവർ ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഈ ബ്രിക്സ് കറൻസി. അതായത് ഇന്ത്യയുടെ എക്കണോമി അതിനെ താഴ്ത്താൻ വേണ്ടി. മനസ്സിലായ സംഭവം? അപ്പോൾ ആദ്യം ഞാനിതിനെ ചെയ്യാറുണ്ട്, കാരണം ഐ ഹാവ് ടു സ്റ്റഡി, മനസ്സിലാക്കണം എന്താണെന്ന്. പിന്നെ പലരോടും ചോദിച്ച് മനസ്സിലാക്കി, എക്കണോമിസ്റ്റോട്. അതായത് ഇന്ത്യ ശ്രദ്ധിച്ച് കേൾക്കുക എന്താണിത്. ഇന്ത്യ ഏകദേശം 200 ബില്യൻ്റെയാണ് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ചൈന ഏകദേശം 450-500 ബില്യൻ്റെ അടുപ്പിച്ചുള്ള സാധനങ്ങളാണ് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഗ്രേഡ്. ഇതിനകത്ത് ചൈനീസ് ഡോമിനേഷനാണ് കൂടുതൽ. അവരാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യക്ക് ആകെ 200 ബില്യനേ ഉള്ളൂ. അപ്പം ചൈന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ പ്രശ്നം എന്തുവാണ് ചൈനയ്ക്ക്? ഈ കാരണം ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ IT സെക്ടറും മറ്റുള്ള പല സെക്ടറും ഇന്ത്യ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു. അതായത് ഗ്ലോബൽ GDPയിൽ ഇന്ത്യ 5ാം സ്ഥാനത്തായി. ഇത്രയും കൂടി സമയം കഴിഞ്ഞ് ഇന്ത്യ അത് 3ാം സ്ഥാനത്തേക്ക് കയറി വരും. ഇതിനെ പൂർണ്ണമായിട്ടും ഡീറെയിൽ ചെയ്യാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയെടുത്തൊരു കെണിയാണ് ഈ ബ്രിക്സ് കറൻസി. അതിനുവേണ്ടി അവർ റഷ്യയെ പിടിച്ചു, ബ്രസീലിനെ പിടിച്ചു, സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു. അതിൻ്റെ അകത്ത് ബ്രസീൽ മാറിപ്പോയി. കാരണം അവർ പറഞ്ഞ അവരുടെ ഡൊമസ്റ്റിക് താല്പര്യം, അതുപോലെ കറൻസിയും അവരുടെ ഇൻഡസ്ട്രീസും മറ്റുള്ള കാര്യങ്ങളുടെ താല്പര്യം കൊണ്ട് അവർക്കത് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇന്ത്യ കട്ട് ഔട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് പൂർണ്ണമായിട്ടും ഇതുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ബ്രിക്സിൽ നിന്നും പിന്മാറും എന്ന് വരെ ഇന്ത്യ കൃത്യമായ വാണിംഗ് കൊടുത്തു. എന്താണ് ഇന്ത്യയോട് ഇത്ര ഈ പ്രശ്നം എന്താ ഇന്ത്യയോട്? ഒന്നാമത് മനസ്സിലാക്കണം, നമ്മുടെ കരുതൽ ശേഖരം എന്ന് പറയുന്നത് ലിബറലൈസേഷന് ശേഷം ഡോളറാണ്, നമ്മുടെ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡ്. അതിൽ ഈ IT സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 700 മുതൽ 800 ബില്യൺ ഡോളറാണ്. ആദ്യം അത് മനസ്സിലാക്കുക. ഈ സംഭവങ്ങൾ ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അമേരിക്ക ഈ പറയുന്ന കമ്പനികളോട് ഇന്ത്യയിൽ നിന്നും മാറാൻ പറയും. കാരണം അവർക്ക് ഡോളറിൽ ചെയ്താൽ മതി, താല്പര്യമില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മാറുക. അതായത് ഈ കമ്പനികൾ മുഴുവനും ഒന്നില്ലെങ്കിൽ വിയറ്റ്നാമിലോട്ടോ അല്ലെങ്കിൽ തായ്വാനിലോട്ടോ മറ്റു പല ഭാഗത്തോട്ടും പോകും. കാരണം അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് അമേരിക്കൻ IT കമ്പനികളുടെ ബാക്ക് ഓഫീസിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യൻ IT കമ്പനികൾ ചെയ്യുന്നത്. ഗ്രേഡ്. ഇതിനെ തൊലയ്ക്കാൻ വേണ്ടി, അതായത് ഇന്ത്യയുടെ എക്കോണമി ബൂം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വന്നൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത്. ഇത് റഷ്യ ഒന്നും ബാധിക്കത്തൊന്നുമില്ല. റഷ്യ എന്ത് ബാധിക്കാൻ? കാരണം റഷ്യക്കും താല്പര്യം ഡോളറിനെതിരെയാണ്. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയുമായിട്ട് ഇന്ന് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇന്ത്യ റഷ്യയെക്കാൾ മുമ്പോട്ട് കുതിക്കുകയാണ് എല്ലാ രീതിയിലും. കാരണം നമ്മുടെ GDP ആണെങ്കിലും, നമ്മുടെ ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും, നമ്മുടെ പ്രൊഡക്ഷൻ ആണെങ്കിലും, നമ്മുടെ IT സെക്ടർ ആണെങ്കിലും എല്ലാ തലത്തിലും. ഇതൊക്കെ എത്ര സംഖ്യകൾക്ക് കുട്ടന്മാർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല.
അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ പത്രങ്ങളിലും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ പോലും ചൈനീസ് പ്രസൻസിൽ ഈ പറയുന്ന ബ്രിക്സ് കറൻസി വലിയ സംഭവമാക്കി മാറ്റാൻ ചൈനയ്ക്ക് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പണം കൊടുത്ത് ഇവിടെ നടത്തുവാൻ കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, എന്തോ ഗെയിം പ്ലാൻ ആയിരുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബ്രിക്സ് കറൻസി, ഡോളർ മാറി, ഡോളർ പോയി എനിക്കെന്തോ കോപ്പാ. ഞാൻ നോക്കുന്ന ഇന്ത്യൻ കറൻസി സ്ട്രെങ്തൻ ചെയ്യണം. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വളർച്ചാ നിരക്ക് കൂടിയേ മതിയാകൂ. അല്ലാതെ ഞാൻ എന്ന് വലിയ ഡോളർ സ്നേഹിക്കുന്ന ആളൊന്നുമല്ല. ഇന്ത്യൻ കറൻസി ഇന്ത്യയിൽ നന്നാവുന്നേ, അതിന് ഇൻ്റർനാഷണൽ വാല്യുവേഷൻ കിട്ടണം. കാരണം ഇന്ത്യ മുന്നോട്ട് കാണുന്നത് വളരെ 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 മുന്നോട്ടാണ് നോക്കിക്കാണുന്നത്. അതിനെ എല്ലാ തലത്തിലും തകർക്കാൻ വേണ്ടി ഒരു ചൈനീസ് പ്ലാൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ചൈനയ്ക്ക് ഗ്ലോബലായിട്ട് അവരെ സ്പോട്ട് ചെയ്യുന്നു. ഇന്ത്യക്കാകെ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ മേജർ ത്രസ്റ്റ് ഏറിയ മെയിനായിട്ടുള്ള ഏറിയ നമ്മുടെ IT സെക്ടർ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് വരുന്നത്. അതിനെ തൊലയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്താണ് ഈ സംഭവം മുഴുവനും. അതുകൊണ്ടാണ് ഇത് മോഡി ഗവൺമെൻറ്റിനെ കാമത്ത് കമ്മിറ്റി കറക്റ്റായിട്ട് ബ്രീഫ് ചെയ്തു. എന്താണ് ഈ സംഭവം? കാരണം അദ്ദേഹം ഒരു ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു ബാങ്കറാണ്. അയാൾ ADBയിലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ICICIയുടെ ചെയർമാനായിരുന്നു. പിന്നെ പല ഈ ഇൻഫോസിസിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ട് ഇത് പിന്മാറിയത്. ഈ സമയത്ത് ഇതേപോലെ ഡിസ്കഷൻ നടന്നല്ല സൗദി അറേബ്യ. കാരണം സൗദി അറേബ്യ, UAE, കാരണം ഈ ബ്രിക്സ് എന്ന് പറയുന്നത് വേറെയും കുറച്ച് രാജ്യങ്ങളെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് എതിർത്തല്ലോ. കാരണം അവർക്കറിയാം, കാരണം അവരുടെ ഈ രാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന അമേരിക്കൻ കറൻസിയുമായിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ആൾ പറഞ്ഞു കാണുന്നു ഈ പെട്രോ ഡോളർ അവസാനിച്ചു. ഞാൻ അന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഡോളർ ബേസ്ഡ്. അപ്പം അവർ പിന്നെ യൂറോയുക അവരത് മാറ്റുക, വേറെ കറൻസിയൊക്കെ വെക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ ആദ്യം എൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഇപ്പം ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ചൈന ചെയ്തൊരു പരിപാടിയെ ഇന്ത്യയിലും കേരളത്തിലുള്ള സംഘിക്കൂട്ടന്മാർ പൊക്കിയെടുത്തുകൊണ്ട് ബ്രിക്സ് കറൻസി ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് കാര്യമായിട്ട് പറഞ്ഞല്ലോ. ഇത് ചതിയാണ് ബേസിക്കലി. പക്ഷേ അത് ഗവൺമെൻറ് ഒഫീഷ്യല അങ്ങനെയല്ല പറയുക. കാര്യം ഒരു ഇന്ത്യൻ രീതിയുണ്ട്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഉണ്ട്, ഇവിടുത്തെ ബിസിനസ് ഉണ്ട്, ഇന്ത്യൻ ട്രേഡ് ഉണ്ട്, ഗ്ലോബൽ ട്രേഡ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന ബ്രിക്സ് കറൻസി അനുകൂലിക്കുകയില്ല. കൃത്യമായിട്ട് പറഞ്ഞു. ആ കാര്യമെങ്കിലും മനസ്സിലാക്കുക, എന്താണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ചതി. ആ ചതിയിൽ പാർട്ടാക്കി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയൊരു സംഭവമാണ്. എത്രയോ പ്രാവശ്യം പുട്ടിന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോടും ഇന്ത്യക്കാരോടും പല ലീഡേഴ്സിനോടും പറഞ്ഞ് നമുക്ക് ബ്രിക്സിലോട്ട് പോകണം. അയാളുടെ താല്പര്യമുണ്ട്. അതേപോലെ സൗത്ത് ആഫ്രിക്ക അവർ വന്ന് ഇവിടെ ഭയങ്കര ഡിപ്ലോമാറ്റിക്കലി ഭാഗമായിട്ട് നമ്മളോട് പറഞ്ഞു. ആദ്യം ബ്രസീൽ പറഞ്ഞു, പിന്നെ ബ്രസീൽ അങ്ങ് പിന്മാറി. കാരണം അവർ പേടിയായി. കാരണം അമേരിക്ക അവനെ പിടിച്ച് വരട്ടി ശരിക്കും അങ്ങ് വരട്ടി. ബ്രസീൽ അങ്ങ് പിന്മാറി. പിന്നീടാണ് ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്, ചൈന. അപ്പം അതിനു വേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ പൊക്കി പിടിച്ചുകൊണ്ട് കിടന്നു. അതായത് നമ്മൾ കാരണം ഇന്ത്യ ഒരു ബൂമിങ് എക്കോണമിയാണ്. ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ്. അപ്പം അത് മനസ്സിലാക്കാതെ ബ്രിക്സ് കറൻസി എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചോണ്ട് കിടന്നപ്പം ഇവിടെ ആർക്കാണ് അൾട്ടിമേറ്റ്ലി അടി കിട്ടാൻ പോകുന്നത്? ഇന്ത്യക്ക് തന്നെ. അതിനെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടി ചൈന ഒരുക്കിയ കെണിയിൽ നമ്മൾ തല വെച്ച് കൊടുക്കണമെന്നാണ് ഈ സംഘിക്കൂട്ടന്മാർ പറയുന്നത്. അതായത് ഒരു കാര്യം സ്റ്റഡി ചെയ്യാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ തോന്നിയ പോലെ അങ്ങ് ചിന്തിക്കും, അത് വെച്ച് അങ്ങ് പറയും. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം പറയുമ്പോഴും ഒരു ഡിസിഷൻ പറയുമ്പോഴും ആലോചിക്കേണ്ടത് ഇതിൻ്റെ പിറകിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്. അതിനുശേഷമാണിത് പബ്ലിക്കായിട്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിലും അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കേണ്ടത്.